കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ബസ്സിലുണ്ടായിരുന്ന 35-ലേറെ പേർക്ക് പരിക്കേറ്റു. രാവിലെ 11 മണിയോടെ കീച്ചേരിക്കുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. സാരമായി പരിക്കേറ്റ 3 പേരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. അപകട സ്ഥലത്ത് നിന്ന് നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് കീച്ചേരി കുന്നിൽ അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ മറിഞ്ഞു വീണ ബസ്സിൽ 40ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 35ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേർക്ക് സാരമായ പരിക്കാണ്. പരിക്കേറ്റ ആ 3 പേരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റുള്ളവർക്കെല്ലാം തന്നെ പാപ്പിനിശ്ശേരിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സ നൽകിയത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ബസ് വരുന്നതിനിടയിൽ ഒരാൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയും അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു എന്നാണ്. ദൃക്സാക്ഷിയുടെ പ്രതികരണവും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ ഒരു ഇത്ര വ്യത്യാസമുള്ളൂ ബസ്സും അതും കൂടിയിട്ട്. അപ്പോൾ ബസ്സുകാരൻ ആ ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ അയാളെ ഒരാൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും രക്ഷ. അപ്പോൾ നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സ്ത്രീകളാണ് ആ ബസ്സിൽ കൂടുതലുണ്ടാകുന്നത്, സ്ത്രീകളും കുട്ടികളും. ബസ് ബ്രേക്ക് പൊട്ടിയതാന്ന് തോന്നുന്നു. ഗ്രിപ്പ് ഇട്ടാണ്ട് നിരങ്ങി വന്നതിന് ശേഷം മറിഞ്ഞു വീഴുകയും ചെയ്തു ബസ്. ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഒരാൾ റോഡിന് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നതും അയാളുടെ ദേഹത്തേക്ക് വീഴാതെ ബസ് മറ്റൊരു വശത്തേക്ക് മറിഞ്ഞു വീഴുന്നതും കാണാം. ഏതായാലും പേടിപ്പിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഈ സംഭവത്തിൽ ഏതായാലും പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ. ഈ വാഹനം മറിഞ്ഞതിനെ തുടർന്ന് റോഡിൽ ഡീസൽ പരക്കുകയും ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ഏറെ നേരം. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ റോഡ് വൃത്തിയാക്കിയതിന് ശേഷമാണ്, ഈ ഡീസൽ മുഴുവൻ കഴുകി കളഞ്ഞതിന് ശേഷമാണ് പ്രദേശത്തു കൂടി ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.